പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ അമേരിക്കൻ സൈനിക കരുത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അതിവേഗ ക്രൂയിസ് മിസൈലുകളെ തകർത്തെറിഞ്ഞതായി ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 5 ടോമോഹോക്ക് മിസൈലുകളെയും ഒരു ക്രൂയിസ് മിസൈലിനെയും ഗസ്വിൻ പ്രവിശ്യയ്ക്ക് മുകളിൽ വെച്ച് വിജയകരമായി തടയുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ആഴ്ചകളോളം നീണ്ട അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കും ശേഷവും ഇറാന്റെ പ്രതിരോധ കവചത്തിന് പോറലേറ്റിട്ടില്ലെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ ടെഹ്റാൻ ലോകത്തിന് നൽകുന്നത്. ഈ സൈനിക വിജയം കേവലം ഒരു പ്രതിരോധ നീക്കമല്ല, മറിച്ച് ഇറാന്റെ അത്യാധുനികമായ ലയേർഡ് ഡിഫൻസ് ഗ്രിഡ് അഥവാ ബഹുതല പ്രതിരോധ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അമേരിക്കയുടെ ഏറ്റവും വിനാശകാരിയായ ആയുധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ടോമോഹോക്ക് മിസൈലുകളെ തകർക്കാൻ സാധിച്ചത് ഇറാന്റെ സൈനിക ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗസ്വിൻ പോലുള്ള തന്ത്രപ്രധാനമായ ഒരു മേഖല ലക്ഷ്യം വെച്ചെത്തിയ മിസൈലുകളെ വീഴ്ത്തിയത് അമേരിക്കൻ ഇന്റലിജൻസിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക തന്ത്രങ്ങളിൽ ടോമോഹോക്ക് മിസൈലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദീർഘദൂര ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള ഇവയെ പ്രതിരോധിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇറാന്റെ റഡാർ സംവിധാനങ്ങളും വിമാനവേധ മിസൈലുകളും ഈ വെല്ലുവിളിയെ വിജയകരമായി നേരിട്ടു. ഇത് മേഖലയിലെ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള സൈനിക മേധാവിത്വത്തിന് മേൽ വീണ കനത്ത പ്രഹരമായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ വെളിപ്പെടുത്തൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള വാഷിംഗ്ടൺ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ലോകാവസാനത്തിന് സമാനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നത് അമേരിക്കയെ പരിഭ്രാന്തരാക്കുന്നു. മിസൈലുകൾ തകർക്കപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ അമേരിക്കൻ സൈനിക വിദഗ്ധർ തങ്ങളുടെ ആയുധങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് പുനർചിന്ത നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഗസ്വിൻ പ്രവിശ്യയിലെ വ്യോമാതിർത്തിയിൽ വെച്ച് നടന്ന ഈ പോരാട്ടം അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു. അമേരിക്കയുടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെ മറികടക്കാൻ ഇറാന്റെ റഡാറുകൾക്ക് സാധിച്ചു എന്നത് ഗൗരവകരമായ കാര്യമാണ്. വിദേശ സൈനിക സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഉപയോഗിച്ചതെന്ന് IRGC അവകാശപ്പെടുന്നുണ്ട്. ഇത് ഇറാന്റെ ശാസ്ത്രീയ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. ആഴ്ചകളോളം നീണ്ട ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെ തളർത്തിയെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തെളിയിക്കാനാണ് ടെഹ്റാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. തങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണെന്നും ഏത് വൻ ശക്തിയുടെയും ആക്രമണത്തെ നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രത്യാക്രമണം ഇറാന്റെ പ്രതിരോധ മേഖലയിലെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വിജയം കൂടിയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ഇറാന്റെ ഈ പ്രതിരോധ വിജയം മറ്റു രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. അമേരിക്കൻ മിസൈലുകളെ തടയാൻ സാധിക്കുമെന്നത് മേഖലയിലെ സൈനിക തന്ത്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. മിസൈൽ പ്രതിരോധ രംഗത്ത് ഇറാൻ കൈവരിച്ച മേൽക്കൈ അയൽ രാജ്യങ്ങളെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സമാധാന ചർച്ചകളിൽ ഇറാന് കൂടുതൽ തന്ത്രപരമായി മുൻതൂക്കം ലഭിക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ഈ വിജയത്തിന് പിന്നാലെ ഇറാനിലെ സൈനിക വൃത്തങ്ങളിൽ വലിയ ആവേശം പ്രകടമാണ്. തങ്ങളുടെ സൈനികരുടെ മനക്കരുത്തും സാങ്കേതിക മികവുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് IRGC വക്താക്കൾ അറിയിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ഈ വാർത്ത വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട്. തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണെന്ന വിശ്വാസം ജനങ്ങളിൽ ഉറപ്പിക്കാൻ ഈ സംഭവത്തിന് സാധിച്ചു. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിനോട് ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ലെങ്കിലും പെന്റഗൺ ഈ നഷ്ടത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ അഭിമാനകരമായ ആയുധങ്ങൾ ഇത്തരത്തിൽ തകർക്കപ്പെടുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക പ്രതിച്ഛായയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരാകും. മിസൈൽ വിക്ഷേപങ്ങളുടെയും അവ തകർക്കപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് മനഃശാസ്ത്രപരമായ യുദ്ധമുറിയുടെ ഭാഗം കൂടിയാണ്. ശത്രുപക്ഷത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനും തങ്ങളുടെ ശക്തി ബോധ്യപ്പെടുത്താനും ഇറാൻ ഈ ദൃശ്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. യുദ്ധം എന്നത് കേവലം ഭൂമിയിലല്ല, വാർത്താ തലത്തിലും നടക്കുന്നുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ഇറാന്റെ ബഹുതല പ്രതിരോധ ശൃംഖല എന്നത് വിവിധ ദൂരപരിധികളിലുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ സജ്ജമായ ഒന്നാണ്. ചെറിയ ഡ്രോണുകൾ മുതൽ വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഈ ശൃംഖല ഇപ്പോഴും സജീവമാണെന്നത് അമേരിക്കയുടെ യുദ്ധലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒന്നാണ്. തന്ത്രപരമായ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന അമേരിക്കയുടെ ഉദ്ദേശം ഇതോടെ പാളി. ഗസ്വിൻ പ്രവിശ്യയിലെ ഈ വിജയം കേവലം ഒരു തുടക്കം മാത്രമാണെന്നും ശത്രുക്കൾ തങ്ങളുടെ അതിർത്തി ലംഘിച്ചാൽ ഇതിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുമ്പോഴും സൈനികമായ ജാഗ്രത കുറയ്ക്കില്ലെന്ന നിലപാടിലാണ് അവർ. ഈ ഉറച്ച നിലപാട് അമേരിക്കയെയും സഖ്യകക്ഷികളെയും കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാങ്കേതികമായ വിശകലനങ്ങൾ പ്രകാരം ടോമോഹോക്ക് മിസൈലുകളെ തകർക്കാൻ ഇറാന്റെ ബാബർ 373 അല്ലെങ്കിൽ ഗോർദാദ് പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാകാം ഉപയോഗിച്ചത്. ഇവ റഷ്യൻ S-300 സംവിധാനത്തെക്കാൾ കരുത്തുറ്റതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഈ ആയുധങ്ങളുടെ കൃത്യതയും വേഗതയും അമേരിക്കൻ ക്രൂയിസ് മിസൈലുകൾക്ക് വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ നേട്ടം വലിയൊരു നയതന്ത്ര ആയുധം കൂടിയാണ്. തങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും ഏത് സൈനിക നടപടിയെയും ഫലപ്രദമായി നേരിടുമെന്നും ഇറാൻ തെളിയിച്ചു. ഇത് അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വെടിനിർത്തൽ ചർച്ചകളിൽ ഇറാന്റെ വാക്കുകൾക്ക് ഇനി കൂടുതൽ പ്രാധാന്യം ലഭിക്കും. ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഇറാന്റെ ഈ പ്രതിരോധ വിജയം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാന്റെ സൈനിക കരുത്തിനെ കുറച്ചു കാണുന്നത് അപകടകരമാണെന്ന വിലയിരുത്തലുകൾ ശരിവെക്കുന്നതാണ് ഗസ്വനിലെ ഈ സംഭവം. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ആഗോള സൈനിക ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം. അമേരിക്കയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയങ്ങൾക്കെതിരെ വിമർശനമുയരാനും ഈ സംഭവം കാരണമാകും. യുദ്ധം കടുപ്പിക്കുന്നത് അമേരിക്കയുടെ തന്നെ ആയുധങ്ങളുടെ പോരായ്മകൾ വെളിപ്പെടുത്താൻ കാരണമാകുന്നുവെന്ന വാദം ശക്തമാക്കുന്നുണ്ട്. ഇത് ട്രംപിന് മേൽ ആഭ്യന്തരമായി സമ്മർദ്ദം വർദ്ധിപ്പിക്കും. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ അദ്ദേഹം നിർബന്ധിതനായേക്കാം. ഇറാന്റെ ഈ വിജയം മേഖലയിലെ മറ്റു പ്രതിരോധ ഗ്രൂപ്പുകൾക്കും പ്രചോദനമാകുന്നുണ്ട്. അമേരിക്കൻ മേധാവിത്വത്തെ നേരിടാൻ സാങ്കേതികമായ കരുത്ത് ആവശ്യമാണെന്നാണ് അവർ തിരിച്ചറിയുന്നത്. ഇറാന്റെ സൈനിക ഉപദേശങ്ങൾ മറ്റു പല ഗ്രൂപ്പുകൾക്കും കരുത്തു പകരുന്ന സാഹചര്യത്തിൽ ഈ മിസൈൽ വേട്ടയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പശ്ചിമേഷ്യയിലെ പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇറാന്റെ ഈ പ്രതിരോധ വിജയം ഒരു സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ ഇതിലും വലിയൊരു സൈനിക പ്രത്യാക്രമണത്തിന് അമേരിക്കയെ പ്രേരിപ്പിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ സൈനിക മേധാവിത്വം തെളിയിച്ചിരിക്കുകയാണ്. ടോമോഹോക്കുകളെ വീഴ്ത്തിയത് ഒരു ചരിത്രപരമായ നേട്ടമായി ഇറാൻ കണക്കാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ അധികാര പോരാട്ടത്തിൽ ആയുധങ്ങളുടെയും തന്ത്രങ്ങളുടെയും പങ്ക് അതിനിർണായകമാണ്. ഇറാന്റെ വിമാനവേദ യൂണിറ്റുകൾ ഗസ്വനിൽ നടത്തിയ ഈ പ്രകടനം അവരുടെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറും. വൻ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തങ്ങളുടെ ആകാശത്തെ കാത്തുസൂക്ഷിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.